So next question എന്ന് പറയുന്നത് draw a triangle of circumradius 5 centimeter to of an angles 22 and a half and 27 and a half. അത് ഹാഫ് ആണ്. ഓക്കെ. സോ നമുക്ക് പൊതുവേ ഉള്ളത് വരയ്ക്കാൻ പറഞ്ഞേക്കുന്നത് എന്താ പറഞ്ഞേക്കുന്നത് ഒരു സർക്കിൾ അല്ലെങ്കിൽ സർക്കം റേഡിയസ് ഉള്ള ഒരു സർക്കം സർക്കിൾ വരയ്ക്കും. സർക്കം സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ എന്ത് വേണം നമ്മുടെ ട്രയാങ്കിൾ വേണം എന്നാണ് പറയുന്നത്. സോ സാധാരണഗതിയിൽ ഇതിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ചിട്ട് ആ പോയിന്റ് വെച്ചിട്ട് എന്ത് വരയ്ക്കുക ചെയ്യാം, സർക്കിൾ വരയ്ക്കുക ചെയ്യും. പക്ഷേ ഇവിടെ വരയ്ക്കാൻ നമുക്കത് അങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. സർക്കം റേഡിയസ് 5 സെന്റിമീറ്റർ വന്നിട്ട്. ഓക്കെ. സോ 5 സെന്റിമീറ്റർ നമ്മളൊരു വട്ടം വരയ്ക്കുന്നു. ഇനി ഈ ആംഗിൾസ് ആണ് നമുക്ക് ആവശ്യം. ഈ ആംഗിൾസ് നമുക്ക് 22 ആൻഡ് ഹാഫ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊട്രാക്ടറിൽ എടുക്കാൻ പറ്റില്ല. സോ നമ്മൾ യൂസ് ചെയ്യുന്ന സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്ന ആംഗിൾ എന്തായിരിക്കും, ഈ ആംഗിൾ ഉണ്ടാക്കുന്നതിന്റെ പകുതിയായിരിക്കും. സോ നമ്മളിവിടെ ഇവിടെ നമുക്ക് 22 ആൻഡ് ഹാഫ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ സെൻറ്ററിൽ നമ്മൾ എന്ത് വരച്ചാൽ മതി, 22 ആൻഡ് ഹാഫിന്റെ ഇരട്ടി വരച്ചാൽ മതി. അതായത് 22 ആൻഡ് ഹാഫ് പ്ലസ് 22 ആൻഡ് ഹാഫ് വരച്ചാൽ മതി. സോ എത്ര കിട്ടും, 45 എന്ന് കിട്ടും ഇല്ലേ, 45 ഡിഗ്രി. സോ നമ്മളിവിടെ ഒരു 45 ഡിഗ്രി വരച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ സർക്കിളിലോട്ട് വരച്ചാൽ എന്തായിട്ട് മാറും, 22 ആൻഡ് ഹാഫ് ആയിട്ട്. സോ മറ്റ് രണ്ടും അതുപോലെ 27 ആൻഡ് ഹാഫ് ഒക്കെ വേണം. സോ അതുകൊണ്ട് ആദ്യം നമ്മൾ ഒരെണ്ണം ആക്കി. ഇതിലാകെ രണ്ട് ആംഗിളെ കൊടുത്തുള്ളൂ. മൂന്നാമത്തെ ആംഗിൾ നമുക്ക് എങ്ങനെ കിട്ടും, നോക്കിയൊക്കെ 25 അല്ല 22 ഹാഫ് ആൻഡ് 27.5. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര 0.17290 50 എന്ന് കിട്ടും അല്ലേ, 50 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മറ്റേ ആംഗിൾ എന്തായിരിക്കും, മൊത്തം നമുക്ക് എത്രയാണ് 180 ആണ് അല്ലെ. 180 എത്ര കുറച്ചാൽ മതി, 50 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 130 എന്ന് കിട്ടും. സോ ഇതിലെ തേർഡ് ആംഗിൾ, രണ്ട് ആംഗിൾ അല്ലേ തന്നിട്ടുള്ളൂ, തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, 130 ആണ്. സോ ഇത് ശരിക്കും വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ വീഡിയോ ഞാൻ വേറൊരു ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. സോ അത് കണ്ടിട്ട് പഠിച്ചോളൂ, എക്സാമിന് മുമ്പായിട്ട് പഠിക്കും. ഓക്കെ. സോ ഇത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മളൊരു റേഡിയസ് വരയ്ക്കും, ഒരു 5 സെന്റിമീറ്റർ സർക്കിൾ വരയ്ക്കും, എന്നിട്ട് അതിനൊരു റേഡിയസ് വരയ്ക്കും. ഈ റേഡിയസിന്റെ ഈ പോയിന്റ് വെച്ചിട്ട് നമ്മൾ 50 ഡിഗ്രി വരയ്ക്കും. ഓക്കെ. ഇതിന് 50 ഡിഗ്രി വരയ്ക്കും. ഓക്കെ. എന്നിട്ട് ഈ രണ്ട് പോയിന്റും ജോയിൻ ചെയ്തിട്ട് ഈ പോയിന്റിൽ നിന്ന് നമുക്ക് എത്ര എടുക്കും, 130 എന്ന് പറയുന്ന അളവ് എടുക്കും. ഓക്കെ. 130 എന്ന് പറയുന്ന അളവ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 130 വരച്ചു. ഈ 130 വരച്ചിട്ട് നമ്മളിത് ഈ പോയിന്റിലേക്ക് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബേസ് ഉള്ളതിൽ 50 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, 22 ആൻഡ് ഹാഫ് ആയിരിക്കും. സോ ഇവിടെ 130 ആണെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്താവണം, 27 ആൻഡ് ബൈ ഹാഫ് ആയിരിക്കണം. സോ സംഭവം ഭയങ്കര സിമ്പിൾ ആണ്, പക്ഷേ ഈ കാൽക്കുലേഷൻസ് അറിഞ്ഞിരിക്കും. സോ ഇതിന്റെ വീഡിയോ ഞാൻ എന്തായാലും വേറെ ചെയ്യുന്നുണ്ട്. സോ അത് നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ. സോ വരയ്ക്കാനുള്ള രീതി ആണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് an arithmetic sequence 5, 7, 9 find the sum of 25 terms, find the algebraic expression of this sequence, find the algebraic expression sum of the terms and prove that if we added to sum of the terms we will get a perfect square എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ 25th ടേം കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, നമ്മുടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഓക്കെ. സോ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ x2 മൈനസ് x1 ആണ്. സോ അത് കൊടുക്കുന്ന സമയത്ത് 7 മൈനസ് 5 ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. സോ കോമൺ ഡിഫറൻസ് 2 കിട്ടി. ഇനി അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഫൈൻഡ് ദ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദി സീക്വൻസ്. സീക്വൻസിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സീക്വൻസിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷനിൽ വാല്യൂ കൊടുക്കണം, xn എന്ന് പറയുന്നതിൽ വാല്യൂ കൊടുക്കണം. xn ഈസ് ഈക്വൽ ടു f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഓക്കെ. ഇവിടെ ആദ്യം സമ്മിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിച്ചത്, സമ്മിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് കണ്ടുപിടിച്ചേക്കുന്നത്. SN വാല്യൂ കൊടുക്കുക, അത് സമ്മിന്റെ ആണ് കേട്ടോ, XN അല്ല. നമ്മൾ രണ്ടാമത്തെ സി ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ആദ്യം ചെയ്തേക്കുന്നത്. ഫൈൻഡ് ദ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദ സം ഓഫ് ദ ടേംസ്. ഓക്കെ. അതിന്റെ സം ഓഫ് ദ ടേംസിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ. സോ n/2 ഇൻറ്റു 2f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d കൊടുക്കും. എഫ് എന്ന് പറയുന്നത് 5 ആണ്. സോ 2 ഇൻറ്റു 5 2 പ്ലസ് 25 മൈനസ് 1 ഇൻറ്റു 2 എന്ന് കൊടുക്കും. സോ 25 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10 പ്ലസ് 24 ഇൻറ്റു 2 എന്ന് കിട്ടും. സോ അത് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് 10 പ്ലസ് 48 കിട്ടും, അത് 58 ആയിട്ട് മാറും. 25/2 ഇൻറ്റു 58 എന്ന് കിട്ടും. സോ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 25 ഇൻറ്റു 29 എന്ന് കിട്ടും. 725 എന്നാണ് അതിൻ്റെ ആൻസർ കിട്ടുന്നത്. ഓക്കെ. സോ സിമ്പിൾ ആണ്, നേരത്തെ ചെയ്ത അതേപോലത്തെ സാധനമാണ് കേട്ടോ. സോ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ. ഇനി അതിൽ സി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്, ബി ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ല. പ്രൂവ് ദാറ്റ് കൂടെ ഉണ്ട്. അതിൽ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിക്കേ, എക്സ് എൻ ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. എഫ് എന്ന് പറയുന്നത് 5 കൊടുത്തു, പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി 2 കൊടുത്തു. 5 പ്ലസ് 2n മൈനസ് 2 ഇൻറ്റു 5 മൈനസ് 2 എന്ന് പറയുന്നത് 3 ആയിട്ട് കിട്ടും. 2n പ്ലസ് 3 എന്ന് കിട്ടി. ഓക്കെ. അതുപോലെ തന്നെ അത് സമ്മിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു, എക്സ്എന്നിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. ഓക്കെ. ഇനി ഡി ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഇതിനോട് കൂടെ 4 കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടണം, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് കിട്ടുന്നത് എന്നുള്ളത്. സോ നമുക്കറിയാം സമ്മിന്റെ ഇക്വേഷൻ, സമ്മിന്റെ ജനറൽ ഫോമുലയാണ് എന്ത്, 4n പ്ലസ് എൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എസ് എൻ എന്ന് പറയുന്നത്. സോ എസ് എൻ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ പ്ലസ് 4n കിട്ടി. അതിനോട് കൂടെ വീണ്ടും ഞാൻ 4 കൂട്ടി, 4നെ നമുക്ക് എന്ത് എഴുതാം, 2 സ്ക്വയർ എന്ന് എഴുതാം. സോ എൻ സ്ക്വയർ പ്ലസ് 4n പ്ലസ്
ടു സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? എൻ പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റ് ആയിട്ട് മാറി. എൻ പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റിലോട്ട് മാറ്റി എഴുതുമ്പോൾ എന്ത് കിട്ടും? അതൊരു പെർഫെക്റ്റ് സ്ക്വയർ എന്ന് കിട്ടും. അങ്ങനെ നമുക്കത് പ്രൂവ് ചെയ്യാം. ഓക്കെ ആണല്ലോ. സോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. കുറച്ച് ഫോർമുലാസ് ഉണ്ട്, കാൽക്കുലേഷൻസ് ഉണ്ട്. നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ. എൻ്റെ 27th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻസ് ഓഫ് ടു നേച്ചുറൽ നമ്പേഴ്സ് ബി 5 ആൻഡ് ദ സം ഓഫ് ഇറ്റ്സ് സ്ക്വയർ ബി 97. ഫൈൻഡ് ദ നമ്പേഴ്സ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്പർ ഞാൻ എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. സെക്കൻഡ് നമ്പർ എന്തായിട്ട് എടുത്തു? എക്സ് മൈനസ് 5 ആയിട്ട് എടുക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. 2 നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ഓഫ് ടു നാച്ചുറൽ നമ്പേഴ്സ് ഇസ് 5. ഇപ്പം ഞാൻ പറയുകയാണ്, അതായത് 8 മൈനസ് 3 എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ. നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി. ഡിഫറൻസ് ഓഫ് ടു നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദ ഇതിനെ ഞാൻ എക്സ് ആയിട്ട് എടുത്തു. സോ എക്സ് ഏതോ ഒരു സംഖ്യ മൈനസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? 5 കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ 3 എങ്ങനെ കണ്ടുപിടിക്കുക? 8ൽ നിന്ന് എന്ത് മൈനസ് ചെയ്തു? 5 മൈനസ് ചെയ്തു. സോ എക്സിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? 5 മൈനസ് ചെയ്താലല്ലേ ഇത് കിട്ടുന്നത്. ഫസ്റ്റ് നമ്പർ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് നമ്പർ എന്താണ്? എക്സ് മൈനസ് 5 ആയിട്ട് എടുത്താലേ എന്ത് ചെയ്യുള്ളൂ? അവർ തമ്മിൽ എന്ത് ചെയ്യും? മൈനസ് ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറുള്ളൂ? എന്തായിട്ട് മാറുള്ളൂ? ആൻസർ 5 ആയിട്ട് കിട്ടുള്ളൂ. സോ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് നമ്പർ എക്സ് ആയിട്ടും സെക്കൻഡ് നമ്പർ എക്സ് മൈനസ് 5 ആയിട്ടും എടുത്തത്. ഓക്കെ. അതിൻ്റെ രണ്ടിൻ്റെയും സ്ക്വയർ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ. അതിൻ്റെ സ്ക്വയർ, അതായത് എക്സിൻ്റെ സ്ക്വയറും എക്സ് മൈനസ് 5ൻ്റെ സ്ക്വയറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 97 കിട്ടി. കണ്ടോ? ദ സം ഓഫ് ദ ഇറ്റ്സ് സ്ക്വയർ, അതിൻ്റെ സ്ക്വയർ ബി 97. അതിൻ്റെ രണ്ടിൻ്റെ സ്ക്വയറിൻ്റെ സം എന്ന് പറയുന്നത് 97 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാം. ഓക്കെ. സോ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ആയിട്ട് മാറി. സോ എക്സ് സ്ക്വയർ പ്ലസ് എന്ത് കിട്ടും? ഇത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റ്. എ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത്. സോ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 5, അതായത് 10x എന്ന് കിട്ടും, പ്ലസ് 5 സ്ക്വയർ. സോ 2x സ്ക്വയർ പ്ലസ് 10x പ്ലസ് 25 ഈസ് ഈക്വൽ ടു 97 എന്ന് കിട്ടും. ഈ 25നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായിട്ട് മൈനസ് 25 ആയിട്ട് വരും. സോ എക്സ് സ്ക്വയർ മൈനസ് 10x, 2x സ്ക്വയർ ആണ്. 2x സ്ക്വയർ മൈനസ് 10x ഈസ് ഈക്വൽ ടു 72 എന്ന് കിട്ടും. ഇവിടെ എല്ലാം 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ഇക്വേഷൻ ഒന്നുകൂടെ ചെറുതാക്കി 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 5x ഈ 72ൻ്റെ പകുതിയായിട്ടുള്ള 36 എന്ന് കിട്ടും. ഓക്കെ. സോ എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് 5x ഈസ് ഈക്വൽ ടു 36 കിട്ടും. കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ മൈനസ് പ്ലസ് ഓർ മൈനസ് വെച്ചിട്ട് ചെയ്യാം. സോ ഇവിടെ ഞാൻ കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. സോ എന്ത് ചെയ്യുക? 5ൻ്റെ പകുതി, അതായത് പി എന്ന് പറയുന്നത് 5 ആയതുകൊണ്ട് 5ൻ്റെ പകുതിയുടെ സ്ക്വയർ, ഇത് 5/2 ദ ഹോൾ സ്ക്വയറും ഇപ്പുറത്ത് എന്ത് ചെയ്തു? വീണ്ടും 5/2 ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. സോ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് എന്തായിട്ട് ഫോർമാറ്റ് ആയിട്ട് മാറും? എക്സ് മൈനസ് 5 ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റ് ആയിട്ട് മാറും. ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് വരുമ്പോൾ 169 ഡിവൈഡഡ് ബൈ 6 കിട്ടും. 169 നമുക്കറിയാം 13 ഉണ്ട്, 4ന് എന്തറിയാം? 2 ഉണ്ട്. അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ എക്സ് മൈനസ് 5/2 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 13/2 എന്ന് കിട്ടും. സോ എക്സ് മൈനസ് 5/2 ഈസ് ഈക്വൽ ടു പ്ലസ് 13 വെച്ചിട്ട് ചെയ്യണം, മൈനസ് 13 വെച്ചിട്ട് ചെയ്യണം. സോ ഈ മൈനസ് 5/2 പുറത്തോട്ട് വരുമ്പോൾ അത് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. സോ 13/2 പ്ലസ് 5/2 ഈസ് ഈക്വൽ ടു 18/2 ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും. നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് മൈനസ് 13/2 പ്ലസ് 5/2 എടുക്കുമ്പോൾ മൈനസ് 8/2 ഈസ് ഈക്വൽ ടു മൈനസ് 4 എന്ന് കിട്ടും. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സിൻ്റെ 2 വാല്യൂസ് കിട്ടും. അതിൽ പ്ലസ് വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ക്വസ്റ്റ്യൻസും ചെയ്യുന്നത്. ഞാൻ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. ഈ മൈനസ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും.